വാർത്ത. മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ 14 വയസ്സുകാരൻ മരണമടഞ്ഞു എന്നുള്ളതാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. ഇന്ന് രാവിലെ 10:50 ഹൃദയാഘാതമുണ്ടാകുന്നു. അതാണ് മരണത്തിലേക്ക് നയിച്ചത്. നിലവിൽ മലപ്പുറത്ത് നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ മുതൽ തന്നെ അവിടെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ നിയന്ത്രണങ്ങൾക്ക് കുറച്ചുകൂടി മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ? ഞങ്ങളുടെ പ്രതിനിധി ഷഹദ് റഹ്മാൻ ഒരിക്കൽ കൂടിയുണ്ട്. ഷഹദ്, ഇപ്പോൾ തന്നെ നിയന്ത്രണങ്ങൾ അവിടെയുണ്ട്. ഇനിയിപ്പോൾ ഈ മരണം കൂടി സ്ഥിരീകരിക്കുന്നതോടെ കുറച്ചുകൂടി കർക്കശമാക്കാനുള്ള സാധ്യതയുണ്ടോ? നിലവിലെ പൊതു നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? ഒരിക്കൽ കൂടി. അനുജ, അല്പസമയം മുൻപാണ് ഈ മരണവാർത്ത പുറത്തു വരുന്നത്. കുട്ടിക്ക് ഹൃദയാഘാതമാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 10:30 കുട്ടിക്ക് ഹൃദയാഘാതം സംഭവിക്കുന്നു. 10:00 ഈ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഈ കുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, അത് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ കുട്ടിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും തന്നെ തുടർന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, കുട്ടി അബോധാവസ്ഥയിലുമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് 10:00 ഇത്തരത്തിൽ ഹൃദയാഘാതം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 11:00 ഇത് സ്ഥിരീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ കുട്ടിക്ക്, അതായത് ഈ ചെള്ളുപനി, അതുപോലെ തന്നെ മസ്തിഷ്ക ജ്വരവും, ഈ നിപ്പ കൂടാതെ ചെള്ളുപനിയും അതുപോലെ തന്നെ മസ്തിഷ്ക ജ്വരവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. അതിനിടയിലാണ് ഹൃദയാഘാതം കൂടി സംഭവിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടിക്ക് ആന്റിബോഡി നൽകാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആന്റിബോഡി സാധാരണഗതിയിൽ നടക്കുക ഈ രോഗം സ്ഥിരീകരിച്ച് 5 ദിവസത്തിനുള്ളിലാണ്. പക്ഷേ ഇവിടെ 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്നതിന് പരിഗണന കൂടുതൽ നൽകിക്കൊണ്ട് ഒരു പരീക്ഷണത്തിന് സർക്കാർ മുതിരുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മുതിരാൻ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം സ്വീകരിക്കുകയും ആന്റിബോഡി അമേരിക്കയിൽ നിന്ന് ഇവിടെ കോഴിക്കോട് എത്തിക്കുന്ന നടപടികളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇത്തരത്തിൽ ഈ ആന്റിബോഡി കുട്ടിക്ക് നൽകാനോ അല്ലെങ്കിൽ മറ്റു തുടർ ചികിത്സകൾ നടത്താനോ നിലവിലെ സാഹചര്യത്തിൽ സാധിച്ചില്ല. കുട്ടി നമ്മോട് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം മരണം കൂടി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നിയന്ത്രണങ്ങൾ ഇനി കൂടുതൽ കടുപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. കാരണം അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് അല്പസമയത്തിനകം വരും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. കാരണം ഉച്ചയോടുകൂടി മറ്റ് യോഗങ്ങൾ കൂടിയുണ്ട്, പലതരത്തിലുള്ള മീറ്റിംഗുകൾ ചേരുന്നുണ്ട്. പഞ്ചായത്ത് പ്രതിനിധികളുമൊക്കെയായി തന്നെ യോഗം ചേരാനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ എടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ആനക്കയം പാണ്ടിക്കാട് മേഖലയിലുള്ള വിദ്യാർത്ഥികൾ കുറെ അധികം പല മേഖലകളിലേക്കും യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ ഈ മരിച്ചിട്ടുള്ള 14-കാരൻ എന്ന് പറയുന്ന കുട്ടി വളരെ സ്മാർട്ടായിരുന്നു. കുട്ടി ഫുട്ബോൾ കളിക്കുമായിരുന്നു, അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററുകളിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് കുട്ടികളുമായി ഇടപഴകുന്ന ഒരാളായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മുൻകരുതൽ കൂടി എടുക്കണം എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ കൂടുതൽ കടുക്കാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പറഞ്ഞ് കെട്ടിയടയ്ക്കുന്ന ഒരു സാഹചര്യം ഇല്ല. വാഹനങ്ങൾക്ക് യഥേഷ്ടം വരാം, അതുപോലെ തന്നെ പോകാം. ഇപ്പോൾ വാക്കാലുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ ജില്ലയിലുടനീളം നിലനിൽക്കുന്നത്, പ്രത്യേകിച്ച് ഈ ആനക്കയം പാണ്ടിക്കാട് മേഖലയിൽ. അപ്പോൾ ഒരുപക്ഷെ അതിൽ നിന്നും മാറി കുറെ കൂടി കർക്കശമായ നിലപാടുകളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നേക്കാം, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം കടന്നേക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ മേഖലയിലുള്ള കടകൾ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ, അതായത് ആളുകൾ കൂടുന്ന ചടങ്ങുകളിൽ പരമാവധി 50 പേരെ അല്ലെങ്കിൽ അതിൽ താഴെ പങ്കെടുപ്പിക്കണം എന്നൊരു നിർദ്ദേശമാണ് അവിടെ നിന്നും പഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ തീരുമാനങ്ങളിൽ ഒരുപക്ഷെ പുതിയ തീരുമാനം വരുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ കർക്കശ നിയന്ത്രണങ്ങളിലേക്ക് കടന്നേക്കാം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും